ടെക് ഫോക്കസ് എന്നുള്ളത് തമിഴ്നാട് കടയനല്ലൂരിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്താൻ കഴിയുന്ന ചൊക്കംപെട്ടി എന്ന ഒരു ചെറു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കറുപ്പാനദി ഡാമിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. താഴ്ഭാഗം നമ്മൾ ഈ ഡാമിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു വ്യൂ ഇതാണ്. നമ്മുടെ കറുപ്പാനദി ഡാം നമ്മളെ സെറ്റെന്ന് പറഞ്ഞാൽ ഇതിന് എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല. മരങ്ങൾ ഇതിനകത്താണ് ഈ മരം നിൽക്കുന്നത്. ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല, വണ്ടിയൊന്നും പറ്റത്തില്ല, വണ്ടിയൊക്കെ അവിടെ നിർത്തേണ്ടി വരും. അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നടന്ന് കാണാം. വിശാലമായൊരു ഏരിയയാണ് കേട്ടോ അത്. നോക്കി ആ മരത്തിൻ്റെ അടിസൈഡൊക്കെ നോക്കി അങ്ങോട്ട് നോക്കിയാൽ ഇതാ ഭാഗമൊക്കെ അത്രയും വെള്ളം അങ്ങ് പോയേക്കാണ്. പക്ഷേ ഫുള്ള് മരം നിന്നിട്ട് നോക്കിയാൽ നമ്മളെ കണ്ണ് അങ്ങ് എൻഡിൽ പിടിക്കുന്ന ഇത്തിരി പാടുവിട്ടാണ് അങ്ങ് എൻഡിൽ പിടിക്കുന്നത്. അങ്ങോട്ട് നോക്കി അത്രയും ലോങ് ഉണ്ട്. അതിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം വരും. ഇത്രയും ലോങ്ങിൽ നമുക്ക് അത് ആ കാണുന്നത് അവിടെയാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഷട്ടർ ഭാഗങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അത് നമുക്ക് താഴെ കൂടെ കയറി വരുമ്പോൾ നമുക്ക് കാണാം. നമ്മളവിടെ ആ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പം കണ്ട ആ ഒരു പോയിന്റാണ് ഇതിൻ്റെ ഏറ്റവും എൻഡ്. കാരണം കാറ്റെന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോഴുള്ള കാറ്റുണ്ടല്ലോ, കാരണം ആ സൗണ്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു വിശാലമായ ഒരു മലക്കെട്ടിനിടയ്ക്കാണ് ഇത് ഉള്ളത്. ആ മലയെന്ന് പറഞ്ഞാൽ നോക്കി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളമായിരിക്കും അല്ലേ. ആ കാണുന്ന മല കേരളത്തിൻ്റെ മലയായിരിക്കും. ആ സൈഡ് കാണുന്നത് ചിലപ്പോൾ കേരളത്തിൻ്റെ ആയിരിക്കും. വേറെന്തെങ്കിലും അത് കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. പിന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. കൂടാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഡാമിലേക്ക് നമ്മൾ താഴെ നിന്ന് കയറി വരുന്ന അത്രയും തന്നെ ആ ലോങ്. നമ്മൾ താഴെ ഫസ്റ്റ് വന്നതിൻ്റെ അവിടെ നിന്ന് ഈ ഡാമിൻ്റെ അത്രയും തന്നെ നീളം ഈ റോഡ് വരുന്നുണ്ട്. ആ റോഡ് നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോഴേ നമുക്ക് കാണാം. നമ്മുടെ റൈറ്റ് സൈഡിൽ ഡാമിൻ്റെതാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ റോഡ് കയറി വന്നിട്ടാണ് വരേണ്ടത്. ആ വരുന്ന റോഡ് നേരെ കാണുന്നത് അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റാണ്. ആ റോഡ് നേരെ ലെഫ്റ്റ് വന്നാൽ നമുക്ക് ഈ ഡാമിൻ്റെ മറുകര എൻഡിൽ വരാം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റില്ല, അവിടെ അടച്ചിട്ടുണ്ട്. കാരണം അത് PWD അതോറിറ്റിയിലുള്ള ഡാമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള എല്ലാ ഡാമുകളും നമുക്ക് ഇത്തരത്തിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ഡാമുകളും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഒന്ന് അത്, രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല, അങ്ങ് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ താഴ്ഭാഗത്ത് വന്നിട്ട് തന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങി കുളിക്കുന്നവർക്ക് കുളിക്കാം. ഈ ഡാമിൻ്റെ പൂർണ്ണമായ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതും വെള്ളം വരുന്നതും ഒക്കെ തന്നെ ഒരു വിഷ്വൽ കൃത്യമായിട്ട് നമുക്ക് താഴ്ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാം. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ മുകളിലേക്ക് വന്നിട്ട് ഒരു പക്ഷേ ഇതിൻ്റെ വിഷ്വൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഭാഗത്തൂടെ ഇങ്ങനെ കയറി നേരെ മുകളിലേക്ക് വരാം. വന്നിട്ട് അവിടെ നിന്ന് കാണാം. പിന്നെ കൂടുതൽ സമയം ഇവിടെ അലൗഡ് അല്ല, മേളിൽ ഇവിടെ നിന്ന് ഇറക്കി വിടും. കാരണം അത് പറഞ്ഞല്ലോ PWD അണ്ടറിലുള്ളത് അവർ അനുവാദം കൊടുത്തിട്ടില്ല ഡാമിന് മുകളിൽ കയറാൻ. പക്ഷെ എന്തായാലും ഇതിൻ്റെ മുകളിൽ ഇത് അന്യായമായൊരു വൈബാണ് ഈ കാണുന്നത്. കാരണം അവിടെ നമ്മൾ വരുമ്പോൾ താഴെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മുകളിൽ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴ്ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകൾ അവിടെ വന്ന് കുളിക്കുകയും അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാണുന്നത് മൊത്തം ആളുകളൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ വന്നിട്ട് ഒരുപാട് പേര് കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോകുന്നത് നല്ലതുപോലെ ആ ഒരു ഷട്ടറാണ് ഇതിൻ്റെ അടിയിൽ കൂടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഡാമിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിലവിടെ കുറേ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ ഒരു ഭാഗം വെള്ളം മാത്രമാണ് താഴേക്ക് വിട്ടു കൊടുക്കുന്നുണ്ട്. അവിടെ കുളിക്കുന്നുണ്ട്. അത് 2ആയിട്ടാണ് തിരിച്ചു വിടുന്നത്. കൃഷിക്ക് വേറെ ടാർഗറ്റ് തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളവർ. ഫുള്ള് മലയാണ് ഈ കാണുന്നത്. നമുക്കറിയാം, കാരണം നമ്മളെല്ലാം ചുറ്റി നോക്കുമ്പോൾ ഫുള്ള് മലയാണ്. അതെ. ഈ ഡാമിൻ്റെ എൻഡ് നമുക്ക് കൃത്യമായി കാണാനും കഴിയും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രത്യേകതരമായിട്ട് നമുക്കൊന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാലേ, നമ്മളിവിടെ നിന്ന് ഏറ്റവും എൻഡിലേക്ക് പോകുന്ന ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഈ ഡാം കെട്ടി നിർത്തിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യൂ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ശ്രദ്ധ പിടിക്കുന്ന ഒരു സംഗതി അതാണ്. കാരണം നടന്നൊക്കെ വരികയാണെങ്കിൽ നല്ല ലോങ് ഉണ്ട്. കാരണം ഏകദേശം 1 കിലോമീറ്ററിന് മുകളിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അത്രയും ലോങ് നമ്മൾ കടന്നു വരണം. അവിടെ ചുറ്റപ്പെട്ടിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ കറങ്ങി നമ്മൾ വന്നാൽ ഈ ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു ഭാഗം ഇങ്ങനെ നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന കൃഷിപ്പാടങ്ങളും ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളൊക്കെ കാണാം. അതുപോലെ അങ്ങ് ലോങ്ങിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളെ കടയനല്ലൂർ ഇടത് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ പുളിയും കൂടി അങ്ങനെ കാണാം. പിന്നെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലം നല്ലൊരു പാറ അവിടെ കാണുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇതിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന വ്യൂ. പിന്നെ 6 മണിക്ക് മുന്നേ ഒക്കെ വരണം, കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയിൽ നമുക്കറിയാം നല്ലതുപോലെ നല്ല കാടാണ്, ആ കാടിനുള്ളിൽ കൂടെയാണ് വരുന്നത്. അതുപോലെ അതിനേക്കാളും കാടാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നത്, വണ്ടി കയറി പോകുന്ന റോഡ്. അപ്പോൾ അതുകൊണ്ട് വരുന്നെങ്കിൽ 6 മണിക്ക് മുന്നേ തന്നെ ഈ ഭാഗം കവർ ചെയ്യുന്നതിനും കാണുന്നതിനും വരിക. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ 100% ഫാമിലിയോട് ഗ്യാരണ്ടി ആയിട്ട് വരാം. നമ്മളെ കേരളത്തിലുള്ള ചില സ്ഥലങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുണ്ടല്ലോ, കേരളത്തിൽ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലുള്ള ഇതുപോലെ ഉള്ള ഡാമുകളിലോ അത്തരം പ്രദേശങ്ങളിലോ ഒന്നും പോകുന്ന ഒരു ചുറ്റുപാടൊന്നുമല്ല. ഇവിടെ അത്യാവശ്യം നല്ല നിലയിൽ ഫാമിലിയോട് വരാൻ പറ്റുന്ന, ഫാമിലിക്ക് സുരക്ഷിതമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഏരിയയും സംഗതിയൊക്കെ തന്നെയാണ് ഈ ഡാമിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നേരെ ആര്യങ്കാവ് വരിക, ആര്യങ്കാവ് നിന്നും നേരെ ചെങ്കോട്ട വരിക, ചെങ്കോട്ടയിൽ നിന്ന് കോട്ടയ്ക്കകത്തൂടെ കയറിയിട്ട് നേരെ ഇലഞ്ഞിയിൽ വന്നിട്ട് അവിടെ നിന്ന് മധുര റോഡിൽ കയറുക. മധുര റോഡ് വരുമ്പോൾ ഏകദേശം ഒരു കടയനല്ലൂർ താണ്ടി, കടയനല്ലൂർ കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ലെഫ്റ്റ് തിരിയും. കറുപ്പാനദി ഡാമെന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഈ കറുപ്പാനദി ഡാം എത്തും. പക്ഷേ കാണാത്തവരിതൊന്ന് വന്ന് കാണുക, ഒരു രക്ഷയില്ല, അന്യായമായ വൈബാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കറുപ്പാനദി ഡാമിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.